കൊച്ചിയിൽ അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് അതാണ് വലിയ ചർച്ച കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ളത്. രാജ്യാന്തര ബന്ധങ്ങളുണ്ട്, അന്താരാഷ്ട്ര മാഫിയൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്ന ആരോപണമൊക്കെ അങ്ങനെ വലിയ തോതിൽ ഉയരുന്നുണ്ട്. ഈ സംശയിക്കുന്ന അവയവ കച്ചവടത്തിനായി അവയവ മാറ്റിവെപ്പിനായൊക്കെ പുറത്തേക്ക് പോയ ആരും തിരിച്ചെത്തിയിട്ടില്ല. അതിൻ്റെ വിവരങ്ങളൊന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മലയാളി കൂടി ഈ കെണിയിൽ പെട്ടിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പാലക്കാട് സ്വദേശിയാണ്, അദ്ദേഹവും നാട്ടിൽ. അങ്ങനെ വലിയൊരു ദുരൂഹതയുണ്ടായാൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു എന്നാണ്. ആലുവ ഡിവൈഎസ്പിയുടെ ചുമതലയിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ എറണാകുളം റൂറൽ എസ് പിയുടെ മേൽനോട്ടത്തിൽ 10 അംഗ സംഘം ഈ കേസ് അന്വേഷിക്കും. പ്രധാന കണ്ണി ഹൈദരാബാദിലാണെന്നാണ് പിടിയിലായ സബിത്തിൻ്റെ മൊഴിയൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമുണ്ട്. ഒപ്പം കേന്ദ്ര ഏജൻസികളും ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇറാനിൽ അവയവം നൽകാൻ എത്തുന്നവർക്ക് താമസിക്കാൻ സൗകര്യം ഉൾപ്പെടെ ഒരുക്കിയിരുന്നെന്നും സബിത്ത് മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം എന്തായാലും മുന്നോട്ട് പോകുന്നത്. സുധീഷ് ഗോപാലാണ്. സുധീഷ്, വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വരുന്നത്. അവയവദാനത്തിനായി തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയ അല്ലെങ്കിൽ ഈ റാക്കറ്റിൻ്റെ കെണിയിൽപ്പെട്ടു പോയവരാരും തിരിച്ചു വന്നതായി ഒന്നും വലിയ വിവരങ്ങളൊന്നുമില്ല. എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ? മാത്രമല്ല, പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. കേരള പോലീസ് മാത്രമല്ല, മറ്റ് കേന്ദ്ര ഏജൻസികളൊക്കെ ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടല്ലേ? ഉമേഷ്, അങ്ങനെ തന്നെയാണ് ഇതിൽ പറയേണ്ടത്. ഒന്ന്, സംസ്ഥാന പോലീസിൻ്റെ ഒരു നിഗമനങ്ങളും കണ്ടെത്തലുകളുമുണ്ട്. അതിലുപരിയായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലഭിച്ച വിവരങ്ങളുടെയും സബിത്ത് നൽകിയ മൊഴികളുടെയും എല്ലാം അടിസ്ഥാനത്തിലുള്ള വിവിധ കാര്യങ്ങളുണ്ട്. അതിൽ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം സബിത്ത് നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളെ ആയാണ് മുന്നോട്ട് പോകുന്നത്. അവരിപ്പോൾ പുതിയ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ, ആലുവ ഡിവൈഎസ്പി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ്. ഇതിന് മേൽനോട്ടം നൽകുന്നത് ആലുവ റൂറൽ എസ് പി ആണ്. ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകും. ഇതുവരെയും സബിത്ത് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 20 പേരെയാണ് ഇത്തരത്തിൽ അവയവ കടത്തിന്റെ ഭാഗമായി ഇറാനിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അതിൽ 19 പേര് ഇതര സംസ്ഥാനക്കാരും, അത് ഹൈദരാബാദ്, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും, ഒരാൾ മലയാളി പാലക്കാട് സ്വദേശിയായ ഷമീറുമാണെന്നതാണ് മൊഴി. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഷമീറിന്റെ വീട്ടിൽ തിരക്കുമ്പോൾ 1 വർഷത്തോളം മുൻപ് ഷമീർ നാട്ടിൽ നിന്നും വിദ്യാഭ്യാസ രേഖകളും അതോടൊപ്പം തന്നെ പാസ്പോർട്ടും എല്ലാമായി പോയതാണ്. പിന്നീട് മടങ്ങിയെത്തിയിട്ടില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് 19 പേരുടെ കൃത്യമായ വിവരങ്ങൾ സബിത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല. ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമാണ് കൊണ്ടുപോയത്, യുവാക്കളെയാണ് എന്നത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കേന്ദ്രീകരിച്ചു അന്വേഷണം വേണം. ഹൈദരാബാദ് സ്വദേശി ആണ് ഇതിൻ്റെ മുഖ്യ കണ്ണി എന്ന് സബിത്ത് പറഞ്ഞതായും പോലീസ് വ്യക്തമാക്കുന്നുണ്ടെന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ ഒരു മലയാളി ഇറാനിലുണ്ട്, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അത് സംബന്ധിച്ച ഒരു പേരും പറഞ്ഞു. പേരല്ലാതെ മറ്റ് വിവരങ്ങൾ ഇയാളെക്കുറിച്ച് സബിത്തിന് അറിയില്ല എന്നതുമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനും പരിമിതികൾ കേരള പോലീസിന് നിലവിലുണ്ട്. ഇത്തരത്തിലാണ് കേരള പോലീസിൻ്റെ അന്വേഷണം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് 19 പേരും ഷമീറും മടങ്ങിയെത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരായവരെ ഇറാനിലെ പോലെ അത്രയും പ്രശ്നം ഉള്ള, ഇല്ലെങ്കിൽ ഏറെ സംശയത്തോടെ ഇന്ത്യൻ വിദേശ ഏജൻസി അടക്കം കാണേണ്ട ഒരു രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടു പോയിരിക്കുന്നു എന്നത് സംബന്ധിച്ച് അത് കേവലം ഈ 6 ലക്ഷം രൂപയ്ക്ക് അവയവം ദാനം ചെയ്യുന്നതിന് മാത്രമാണോ, അതേ മറ്റേതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തിനോ മറ്റോ ആണോ, ഇതൊരു മനുഷ്യക്കടത്ത് തന്നെയാണോ എന്നതിലേക്കാണ് കേന്ദ്ര ഏജൻസികളുടെയും അന്വേഷണം പോകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇതിൽ ആരും തന്നെ മടങ്ങിയെത്തിയതായി കൃത്യമായ വിവരം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതും, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാലയളവിൽ ഏതാണ്ട് 1 മാസത്തെ വിസിറ്റിംഗ് വിസയിൽ പോയാൽ അവയവദാനം നടത്തി അതിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് തിരിച്ച് ഇറാനിൽ നിന്നും കുവൈറ്റിൽ മടങ്ങിയെത്തി കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് എത്താൻ കഴിയുമോ എന്നത് സംബന്ധിച്ച് ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ സംശയങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് മുൻപ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വെച്ച ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട, അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടുണ്ട്. അത് അപ്പാടെ അട്ടിമറിച്ചു എന്നുള്ളത് ഒരു വാർത്തകൾ ഇല്ലെങ്കിൽ ആക്ഷേപവും നിലനിൽക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് എത്താനുള്ള സാധ്യതയും തെളിയുന്നത്. ആദ്യ ദിവസം തന്നെ NIA ചോദ്യം ചെയ്തിരുന്നു. മറ്റ് വിവിധ കേന്ദ്ര ഏജൻസികൾ ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഒരു കൊച്ചി സ്വദേശി കൂടി കസ്റ്റഡിയിലുണ്ടെന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുള്ളത്. അത് സംബന്ധിച്ച് എന്തെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ?
ഉമേഷ്, ഇത് സംബന്ധിച്ച് പോലീസ് കൃത്യമായ ഒരു വിവരം നൽകുന്നില്ല. എന്നാൽ അങ്ങനെ ഒരാളെ ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു, എന്നാൽ അത് അറസ്റ്റിലേക്ക് നീങ്ങില്ല. ചില സംശയങ്ങളുടെ പേരിലാണെന്ന് മാത്രമാണ് അനൗദ്യോഗികമായി അറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ചും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കണ്ണികൾ എന്ന് സംശയിക്കുന്ന തരത്തിലില്ലേ സബിത്തുമായി ബന്ധമുള്ളതുമായ മറ്റുമായ പലരെയും ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് വരും ദിവസങ്ങൾ കടക്കും. അതിനും സബിത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട് എന്നതും അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഈ രീതിയിൽ ഏറെ പരിമിതികൾ കേരള പോലീസിന് എത്തിച്ചേരാൻ പറ്റാത്ത തരത്തിലുള്ള ചില പരിമിതികളുണ്ട്. അതിലുപരിയായി ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘവും ആലുവ റൂറൽ SP എല്ലാം തന്നെ പറയുന്നത് വിവിധ കേന്ദ്ര ഏജൻസികളടക്കം അന്വേഷണത്തിന്റെ ഭാഗമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിവരങ്ങൾ കൈമാറുന്നതിന് പരിമിതിയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുദ്യോഗസ്ഥരോട് ചോദിച്ചാൽ വിവരങ്ങൾ കൈമാറരുത് എന്ന വിലക്കുണ്ട് എന്നത് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ മാത്രം, അതിലെ ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകളോ ഇല്ലെങ്കിൽ ഇനി തുടർന്ന് അന്വേഷണത്തെ ബാധിക്കുന്നതായ വിഷയങ്ങളിലോ കൃത്യമായ ഒരു വിവരങ്ങൾ അന്വേഷണ സംഘം കൈമാറുന്നില്ല എന്നൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇതേ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് പറയേണ്ടി വരും, ഏതാണ്ട് 15 വർഷം മുമ്പ് കുവൈറ്റിൽ അവയവ മാഫിയ വിൽപ്പനകളുടെ വലിയൊരു മാഫിയ, വലിയൊരു റാക്കറ്റിനെ സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വരികയും കുറേ പേരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അതിൻ്റെ വേരോട്ടം ഇപ്പോഴും കുവൈറ്റിൽ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് പോലീസിനെ ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ഇല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികളും അതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അത്തരമൊരു റാക്കറ്റിന്റെ ഇതിലേക്കാണ് സബിത്ത് ഇവരെ എത്തിക്കുന്നു. അവിടെ നിന്നും ഇവരെ റോഡ് മാർഗമോ ഇല്ലെങ്കിൽ വിമാനത്തിലോ കപ്പലിലോ ആയി ഇറാനിലേക്ക് മാറ്റുന്നു. അവിടേക്ക് കുവൈറ്റിലെത്തിയ ശേഷം വിസിറ്റിംഗ് വിസ എടുത്തുകൊണ്ടാണ് പോകുന്നത്. അവിടെ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ അതിൽ സബിത്തിന്റെ മൊഴി അനുസരിച്ച് ഈ യുവാക്കളെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അതിൽ ആരുടേതാണോ അവയവം മറ്റൊരു രോഗിക്ക് ഏറ്റവും ചേരുന്നത് അങ്ങനെയുള്ളവരെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു. അതൊക്കെ തന്നെ വിശ്വാസയോഗ്യമല്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ കുവൈറ്റ് കേന്ദ്രീകരിച്ചുള്ള അവയവ റാക്കറ്റിന്റെ വലിയ ഒരു സ്വാധീനം ഇന്നും നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഇതിലെ കുറച്ചെങ്കിലും വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകണം എന്ന ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര ഏജൻസികളടക്കം എത്തുന്നത്. എന്നാൽ ഇത് കേവലം അവയവ കച്ചവടം മാത്രമാണോ, അതിനപ്പുറത്തുള്ള മനുഷ്യക്കടത്ത് തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ടോ എന്നതും പരിശോധനയുടെ പരിഗണനയിൽ എത്തുന്നതാണ്. ഉമേഷ്.